ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷോപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ വാട്സപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ശ്രവിക്കുന്ന എല്ലാ ദൈവജനത്തെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചു കൊണ്ടിരുന്നത് ഏക ദൈവവിശ്വാസിയായ മോശയെ കുറിച്ചാണല്ലോ. അപ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കുന്ന അനവധി പേരുണ്ട്. അതിനകത്ത് പല ആളുകളും നെഗറ്റീവായ കമൻറ്റുകൾ ഇടുന്നവരുണ്ട്. അപ്പോൾ ആ സഹോദരങ്ങൾ കുറേയധികം കേൾക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജ് ഇടുന്നത്. കാരണം അവരുടെ ചോദ്യങ്ങൾ അനവധിയാണ്. പക്ഷെ അവർക്ക് ചോദ്യ അനവധി എന്നുള്ളതല്ല, അവരുടെ തൃത്വം എന്ന പ്രസ്ഥാനം നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഏകവണ്ണസ്, അതായത് യേശുക്രിസ്തുവിനെ ദൈവമല്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് യേശുക്രിസ്തു വെറും പുത്രനാണെന്നും അതുപോലെ തന്നെ യേശുക്രിസ്തു വെറും സൃഷ്ടി മാത്രമാണ് എന്ന് മാത്രം വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തു ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ എന്ത് ചെയ്യുന്നു? താഴെ ഒന്ന് കമന്റ് ഇട്ടിട്ട് മോശയുടെ ദൈവം ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവവചനത്തിൽ ഉള്ള വെളിപ്പാടുകൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യഹോവ എന്ന് തന്നെയാണ് മോശയുടെ ദൈവത്തിന്റെ പേര്. യാഹുവേ എന്ന വാക്കാണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലേ? ഇത് പല ആളുകളും ചിന്തിക്കും, മോശ ഏക ദൈവ വിശ്വാസിയായിരുന്നു മോശ. പലപ്പോഴും മോശയും പ്രവാചകന്മാരും എഴുതിയവനെ കണ്ടു എന്ന നഥാനിയേൽ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നഥാനിയേലിനെ കാണുമ്പോൾ നഥാനിയേലിനോട് പറയുന്ന, അല്ലെ, ഫിലിപ്പോസ്, അതായത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നഥാനിയേൽ അവനോട് നസറേത്തിന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. നഥാനിയേൽ തന്റെ അടുക്കൽ വരുന്നത് കണ്ടു. ഇത് സാക്ഷാൽ ഇസ്രായേലിയൻ, അല്ലേ? അപ്പൊ മോശ പറഞ്ഞവൻ, അല്ലെ, മോശ എഴുതിയത് കൊണ്ടാണ് നഥാനിയേലിനൊക്കെ യേശുക്രിസ്തുവിനെ അറിയാം. എന്തുകൊണ്ടാണ്? മോശയും പ്രവാചകന്മാരും എഴുതിയവൻ എന്നാണ് ഇസ്രായേലിയർക്ക് അറിയാവുന്നത്, അല്ലെ? ദൈവത്തെ കുറിച്ച് അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്, അല്ലേ? അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലേ? മോശയും പ്രവാചകന്മാരും 45, യോഹന്നാന്റെ സുവിശേഷം 1:45 എഴുതിയിരിക്കുകയാണ്. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടപ്പോൾ അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അല്ലേ? അപ്പൊ പുത്രനെ കുറിച്ചാണോ അത് എഴുതിയിരിക്കുന്നത്? വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം മോശയും പ്രവാചകന്മാരും ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അല്ലാതെ തൃത്വത്തിലെ രണ്ടാമത്തെ ആളെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടിട്ട് എന്താണ് പറയുന്നത്? ന്യായപ്രമാണത്തിൽ ഉണ്ടോ, വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നതിനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോ രണ്ടാമത്തെ ആളെ കണ്ടിരിക്കുന്നു എന്നല്ല ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടപ്പോ പറഞ്ഞത്, അല്ലേ? അല്ലെങ്കിൽ ഈ സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ഒരു പുത്രനെ കണ്ടു എന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ലെങ്കിൽ എന്താ പറയുക, ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെ കണ്ടു, അല്ലേ? പുത്രനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പുത്രൻ ഒരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന, വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് എന്നുള്ള കാര്യം അവിടെ നഥാനിയേലിനെ പിടികിട്ടി. അപ്പോൾ വളരെ വ്യക്തമായിട്ട്
നഥാനിയേൽ അതിന് ഉത്തരം കൊടുക്കുന്നു ശ്രദ്ധിക്കാം. നഥാനിയേല് യേശുക്രിസ്തുവിനെ കാണുകയാണ്. അപ്പോ 47 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നഥാനിയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇത് സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് നഥാനിയേലിനെ കുറിച്ച് യേശുക്രിസ്തു പറയുകയാണ്. നഥാനിയേൽ അവനോട് എന്നെ എവിടെ വെച്ചറിയുമെന്ന് ചോദിച്ചതിന് പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. കേവലം ഒരു മനുഷ്യനാണെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കുമോ പ്രിയ ജനമേ? അവനൊരു സൃഷ്ടി മാത്രമാണെങ്കിൽ, അവൻ വെറും പുത്രനാണെങ്കിൽ, അവൻ എന്താണ് ഏകദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്ന, കജൂസാറ് പറയുന്നത് ഏകദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസിയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നഥാനിയേലിനെ കാണും? മനുഷ്യർക്ക് അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാണുവാൻ സാധിക്കുമോ? ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മനുഷ്യൻ അങ്ങനെ കാണുവാനായിട്ട് സാധിക്കുമോ? ഒരാൾ അത്തിയുടെ കീഴിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു എന്ന്, അല്ലേ? ദൈവമായതുകൊണ്ടാണ് തനിക്കറിയുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ അടുത്ത വാക്യത്തിൽ നഥാനിയേൽ പറയാണ്, നഥാനിയേൽ അവനോട് നീ റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്. അപ്പൊ ഇസ്രായേലിന്റെ രാജാവ് ആരാണ്? സൈന്യങ്ങളുടെ യഹോവ എന്ന് വളരെ വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ സൈന്യങ്ങളുടെ യഹോവയും, ഇപ്പൊ രണ്ട് യഹോവമാരുണ്ടോ? രണ്ട് യേശുക്രിസ്തുമാരുണ്ടോ? നമുക്ക് വളരെ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്, അല്ലേ? രണ്ട് പുത്രൻ, ഒരു പിതാവും ഒരു പുത്രനും കൂടി ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നവരോട് എനിക്ക് ഓരോ ചോദ്യമേ ഉള്ളൂ. രണ്ടു പേരുണ്ടോ? യഹോവ പറയാണ് എന്നിൽ മറ്റൊരുത്തനില്ല. അത് പണ്ടേ പറയേണ്ട കാര്യമാണ്. എന്നിൽ മറ്റൊരുത്തനില്ല എന്ന് പണ്ടേ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ മോശ ഏക ദൈവം എന്ന് പഠിപ്പിച്ചേച്ച് നഥാനിയേൽ പറയുന്നതാണ് തൃത്വത്തിൽ രണ്ടാമൻ വന്നു നിൽക്കുന്നു എന്ന് അവിടെ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ എന്തെല്ലാം വചനങ്ങളാണ് ഈ ലോകത്ത് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് എന്ന് യേശുക്രിസ്തു പറയുകയാണ്. ഒരു മനുഷ്യന് പറയാൻ കഴിയുമോ? യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ, വെറും ഒരു മനുഷ്യൻ മാത്രമാണ്, അല്ലേ? കേവലം ഒരു മനുഷ്യൻ മാത്രമാണെങ്കിൽ പറയുകയാണ് ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സാധാ മനുഷ്യന് പറയാൻ നോക്കുവോ? നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നേ ആളുകൾ പറയത്തുള്ളൂ. സാക്ഷാൽ ദൈവമായവനാണ് പറയുന്നത് ഞാൻ എന്താണ് അബ്രഹാമിന് മുമ്പേ ഉണ്ട്. അപ്പൊ അബ്രഹാമിന് മുമ്പേ ഉള്ളത് ആരാണ്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു അബ്രഹാമിന് മുമ്പുണ്ട്. എങ്ങനെയുണ്ട്? ദൈവം ജഡത്തിൽ വെളിപ്പെടുമ്പോഴാണ് അവൻ യേശുക്രിസ്തു എന്ന നാമം ധരിച്ചുകൊണ്ട് ഭൂമിയിൽ പുത്രനായിട്ട് വെളിപ്പെടുകയായിരുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. താൻ മാത്രം അമർത്യതയുള്ളവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ. അവനെ വെളിപ്പെടുത്തി എങ്ങനെ? മനുഷ്യനായിട്ട് വന്നു. ദൈവം മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നു. മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല എന്ന് വേഷത്തിൽ മനുഷ്യനായി എന്ന പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ നോക്കുന്നവരൊക്കെയും എന്താണ്? ദൈവത്തെ കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തോമസ് അപ്പോസ്തലൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളൂ എന്ന് പറഞ്ഞു. യോഹന്നാന്റെ പുസ്തകത്തിലും യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രണ്ട് ദൈവങ്ങൾ നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ദൈവമുള്ളൂ? ഒരു ദൈവമേ നമുക്കുള്ളൂ. കാരണം നിത്യാവിശ്വാസം പറയുന്നതല്ല ശരിയായ കാര്യം എന്ന് പറയുന്നത്. നിത്യാവിശ്വാസം മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, ദൈവം ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് നിത്യായിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവവചനവുമായി താരതമ്യപ്പെടുത്തിയാൽ നിങ്ങൾ പെട്ടുപോകുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നിത്യാവിശ്വാസം വേറെ, ദൈവവചന വിശ്വാസം വേറെ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നിത്യ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ തീരുമാനിച്ചാണ്. ബൈബിൾ വായിച്ചിട്ട് അവൻ തീരുമാനിച്ചു രണ്ടുപേരുണ്ട്, അല്ലേ? യേശുക്രിസ്തു പിതാവിന്റെ കാര്യം എടുത്ത് പറയുന്നത് കൊണ്ട്. പക്ഷേ ആ യേശുക്രിസ്തു തന്നെ പറയുന്നു ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു.
അതുപോലെ തന്നെ ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്ന് ചോദിക്കുമ്പോൾ തന്നെയും രണ്ടാമത്തെ വ്യക്തി അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന മർമ്മത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതിന് പഠിപ്പിക്കുന്ന മോശയുടെ വചനങ്ങളാണ്, അല്ലെ? ഇസ്രായേലിൽ എങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്? മോശയും പ്രവാചകന്മാരും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവോ അവനെ കണ്ടെത്തിയിരിക്കുന്നു. ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, വേറെ ആരെ കുറിച്ചുമല്ല. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ വ്യക്തിയെ അല്ല കണ്ടെത്തിയത്. തൃത്വക്കാർ പറയും രണ്ടാമത്തെ വ്യക്തി അവർ ആര്? നഥാനിയേൽ തൃത്വത്തിലെ രണ്ടാമനെ കണ്ടെത്തിയെന്ന് തൃത്വക്കാർ പറയുമ്പോൾ, മറ്റേ ഹോമസാക്ഷികൾ പോലെയുള്ള ആൾക്കാർ പറയും, അങ്ങനെ പറയുന്നത് ആ ഒരു സൃഷ്ടി അവർ കണ്ടെത്തി എന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ വെറും ഒരു പുത്രനെ കണ്ടെത്തി എന്ന് അവർ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ ഒന്നും ചതിയില് ദൈവമക്കളെ നിങ്ങൾ ചെന്ന് വീഴരുത്. ഇവർ പറയുന്നത് പോലെ ദൈവം മൂന്നുമല്ല, ദൈവം ഒരുവൻ എന്നാണ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ ദൈവമെന്ന് അപ്പോസ്തലന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യമാണ്. നമുക്ക് വീണ്ടും നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാൻ പോവുകയാണ്. 4-ാം അധ്യായം, അതായത് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലാണ് നമ്മുടെ കഴിഞ്ഞ വട്ടം അവസാനിപ്പിച്ചത്. 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ, അല്ലേ? അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. എന്താണ് നിലത്തിട്ടത്? വടിയാണ്. അവിടെ ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്, വടി നിലത്തിടുക. എന്താണ്? ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. പുതിയതായി ദൈവത്തിന് തൻ്റെ പാനപാത്രത്തെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മീഡിയേറ്റർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അംബാസിഡറെ ദൈവം അയക്കുവാനായിട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. എന്താണ്? അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു, അതൊരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അവൻ നിലത്തിട്ടു, അതൊരു സർപ്പമായി തീർന്നു. മോശ അതിന് കണ്ട് ഓടിപ്പോയി എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെന്താണ്? സർപ്പം. അതായത് ഈ വടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഈ വടി ഒരധികാര ചിഹ്നമായിരുന്നു മോശയ്ക്ക്. കാരണം തൻ്റെ അധികാരത്തിന്റെ വടിയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. കാരണം ചെങ്കടൽ വിഭാഗിക്കുമ്പോൾ അവന് വടി നീട്ടുവായിരുന്നു എന്നുള്ളതാണ് അവനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വടി നീണ്ടിട്ടാണ് ചെങ്കടല് വിഭാഗിക്കുന്നത്. അപ്പൊ വടിയിലാണ് അവന് അധികാരം കൊടുത്തത്. അപ്പൊ പാമ്പിന്റെ കാര്യം വളരെ വ്യക്തമാണ്. സർപ്പമായി എന്നതിനെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലേ? അപ്പോൾ മിസ്രൈമിലെ ചക്രവർത്തിമാർ അവരുടെ കിരീടങ്ങളിൽ പതിപ്പിച്ചിരുന്ന പ്രാധാന്യമുള്ള ഒരു അടയാളമായിട്ടാണ് സർപ്പത്തെ കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ പർവ്വം തന്നെ ദൈവമായി കരുതിയിരുന്നു എന്നാണ് ദൈവവചനത്തെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ മോശയ്ക്ക് ഫറവോന്റെ മേലെ എന്തുണ്ടായിരുന്നു? ഒരു അധികാരമുണ്ടായിരുന്നു. അപ്പൊ ആ അധികാരം ദൈവം കൊടുക്കുകയാണ്. തന്റെ ഭക്തനെ അഭിഷേകം ചെയ്ത് അയക്കുകയാണ് ദൈവം. തനിക്ക് വേണ്ടി ശോഭിക്കുവാനായിട്ട് താൻ അയക്കുകയാണ്. അല്ലാതെ ഇന്നത്തെ പ്രവാചകന്മാരെ സ്വയം ദൈവവചനം വായിച്ചിട്ട് ഇറങ്ങി ഓടി ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നതല്ല ഇവിടെ കാണുന്നത്, അല്ലേ? ദൈവം തന്റെ ഭക്തനെ ട്രെയിൻ ചെയ്ത് റെഡിയാക്കി നടത്തുന്നതാണ്. അല്ലാതെ കുറെ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പോയി മോട്ടിവേഷൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കാറ് തരാം, കുറച്ച് വീട് തരാം, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ വലിയ ഫ്ലാറ്റ് തരാം, വലിയ എയറോപ്ലെയിൻ തരാം, ഇതൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്
കളപ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിൽ വരും. പക്ഷെ ആ കാര്യത്തിന് വേണ്ടിയല്ല ദൈവം മോശയെ എന്ത് ചെയ്തത്, റെഡിയാക്കി നിർത്തിയത്. അതിനു വേണ്ടിയല്ല. എന്തിനാണ്? ഇസ്രായേൽ ജനത്തെ വെടിവെക്കുവാൻ എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ മോശ സർപ്പത്തെ കണ്ട ഉടനെ എന്ത് ചെയ്തു? പേടിച്ച് ഓടിപ്പോയി. അപ്പൊ മോശയ്ക്ക് തീരെ ധൈര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ധൈര്യം കൊടുക്കുവാനുള്ള ട്രെയിനിങ് ആണ് ആദ്യം തന്നെ. അധികാരം കിട്ടുന്നതിന് ധൈര്യം വേണം. ഫറവോന്റെ മുമ്പില് നിൽക്കേണ്ടതാണ്. അതിനു വേണ്ടി ദൈവം അവനെ ട്രെയിൻ ചെയ്യിച്ച് എടുക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. മോശ അതിനെ കണ്ട് ഓടിപ്പോയി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു. അപ്പൊ എന്താണ്? വാലിന് പിടിക്കാനായിട്ട് കൽപ്പിക്കുകയാണ്. അവൻ കൈ നീട്ടി അതിനെ പിടിച്ച് അത് അവന്റെ കയ്യിൽ എന്ത് ചെയ്തു? വടിയായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം കൈ നീട്ടി അതിനെ പിടിച്ചു, അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു. അപ്പോൾ ഇതിനെല്ലാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്താണ്? മോശയ്ക്ക് ദൈവം ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. തൻ്റെ രാജ്യത്തിന്റെ അംബാസിഡർ ആവുവാൻ മോശയെ ദൈവം വിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ആദ്യം തന്നെ അധികാരം കൊടുത്തു. ഫറവോന് മേലുള്ള അധികാരം ദൈവം നൽകുകയാണ്. അപ്പൊ ദൈവം പറയാതെ മോശ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ദൈവം വിളിച്ച് വേർതിരിച്ച് അതിനു വേണ്ടി സജ്ജമാക്കി നിർത്തിയ ശേഷമാണ് ദൈവനെ അയക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. കാരണം ട്രെയിനിങ് കൊടുത്തിട്ട്. ദൈവം അങ്ങനെയാണ് ഒരാളെ വർഷങ്ങളോളം. ഇപ്പൊ നിങ്ങൾ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം, അയ്യോ എൻ്റെ അനുഗ്രഹമൊന്നും വരുന്നില്ലല്ലോ, ഞാനിപ്പോഴും കഷ്ടത്തിലും പ്രയാസത്തിലുമാണല്ലോ, ഞാൻ ദൈവത്തെ വിളിച്ചിട്ടും എനിക്ക് യാതൊരു നന്മയും എനിക്ക് വരുന്നില്ലല്ലോ. പക്ഷെ എന്തോ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. ആ പ്ലാനിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. ആ ഒരുക്കി നിർത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഒരുങ്ങേണ്ട. മോശ അതിനു വേണ്ടി ഒരുങ്ങുവാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ദൈവം അവനെ ട്രെയിൻ ചെയ്യിച്ച് റെഡിയാക്കി നിർത്തുന്നത്. വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു. അതിന്റെ അർത്ഥം അധികാരം അവന് ലഭിക്കുന്നു എന്നുള്ളതാണ്. 5-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായ അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിനാകുന്നു. വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക അബ്രഹാമിന്റെ ദൈവം, അല്ലേ? യേശുക്രിസ്തു എന്താണ് യഹൂദ ജനത്തോട് പറഞ്ഞത്? ഞാൻ അബ്രഹാമിന് മുമ്പേ പരീശന്മാരെ തന്നെ പരീക്ഷിക്കുവാനും പരിഹസിക്കുവാനും എന്നവരോട് പറഞ്ഞത് എന്താണ്? ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്, അല്ലേ? അപ്പൊ ദൈവമാണെങ്കിൽ അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. ദൈവമല്ലാത്ത വെറും കേവലം ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ദൂതന് പറയാൻ കഴിയുമോ ഞാൻ അബ്രഹാമിന് മുമ്പ് ഉണ്ട്, അല്ലേ? കാരണം അവൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഇസ്ഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. അവൻ യഹൂദന്മാരോട് പറഞ്ഞത് എന്താണ്? ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ, അല്ലേ? നഥാനിയേലിനോട് ഫിലിപ്പോസ് പറയുന്നത് എന്താണ്? മോശയും പ്രവാചകന്മാരും എഴുതിയവൻ ആരാണോ അവനെ ഞങ്ങൾ കണ്ടെത്തി, അല്ലേ? അവനെ കണ്ടെത്തിയിരിക്കുന്നു. മോശയും പ്രവാചകന്മാരും ആരെക്കുറിച്ചാണോ പറഞ്ഞത്, അല്ലേ? ആരാണ് മോശ അതേക്കുറിച്ച് പറഞ്ഞത്? ആരാണ്? ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. യഹോവയായ ദൈവം പറയുന്നു, എന്നിൽ മറ്റൊരു തന്നെ ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിനുമായിരുന്നു ദൈവത്തിന്റെ പുത്രനായ മറ്റൊരു വ്യക്തി, അല്ലെങ്കിൽ പുത്രനല്ല സമതുല്യരായ രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞിനുമായിരുന്നു. അങ്ങനെയൊന്നും അവിടെ പറയുന്നില്ല. പുത്രൻ എന്നുള്ളത് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ്. വളരെ വ്യക്തമായ കാര്യമാണ്. ഈ വചനം അങ്ങനെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും അവിടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് വിശ്വസിക്കേണ്ടതിനാകുന്നു.
നമ്മുടെ ദൈവം എന്താണ്? ആദ്യം തന്നെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. നമ്മുടെ വിശ്വാസമാണ് വർദ്ധിച്ചു വരേണ്ടത്. കാലങ്ങളിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോഴും ദൈവം നമ്മളെ വിടുവിക്കുമെന്നുള്ള പ്രത്യാശ, വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പതറുകയില്ല, തോൽക്കുകയില്ല. ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടി ഒരുക്കും എന്ന് വിശ്വസിക്കുന്നവനാണ് ദൈവം. എല്ലാം തയ്യാറാക്കി കൊടുക്കുന്നവനാണ് ദൈവം. നമ്മൾ എന്ത് ചെയ്ത് പതറിപ്പോകരുത്. നമ്മുടെ വിശ്വാസം നമ്മൾ നാൾക്ക് നാൾ വർദ്ധിപ്പിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരും. തീർച്ചയായും അവൻ വർദ്ധിപ്പിച്ചു തരും. എത്ര കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മുടെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരികയാണ് ദൈവം നമ്മളെ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് വിശ്വസിക്കേണ്ടതാണ്. അബ്രഹാമിന് പ്രത്യക്ഷനായി, അതുപോലെ തന്നെ കൊച്ചുമകന്, അല്ലെ, എത്രയോ തലമുറകൾക്ക് ശേഷം കൊച്ചുമകന് പ്രത്യക്ഷനായിരിക്കുകയാണ് ദൈവം, അല്ലേ? അപ്പോ ആറാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യഹോവ പിന്നെ അവനോട് നിന്റെ കൈ മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ മാർവിടത്തിലിട്ടു. പുറത്ത് എടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്ത് കുഷ്ഠമുള്ളതായിട്ട് കണ്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 13-1 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ പിന്നെയും മോശെയും അഹരോനോട് അരുളി ചെയ്തെന്നാൽ, ഒരു മനുഷ്യന്റെ ത്വക്കിന്മേൽ തിണർപ്പും ചുണങ്ങും വെളുത്ത പുള്ളിയോ ഇങ്ങനെ കുഷ്ഠത്തിന്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഹരോന്റെ അടുക്കലോ പുരോഹിതന്മാരായ അവന്റെ പുത്രന്മാരിൽ ഒരുത്തന്റെ അടുക്കലേക്കോ കൊണ്ടുവരേണം എന്ന് അവിടെ കാണും. അപ്പൊ വടു എന്ന് എബ്രായ ഭാഷയിൽ എന്താണ്? അടയാളമെന്നും പാടെന്നും മുറിപ്പാടെന്നും തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്നത്തെ കാലത്ത് മെഡിക്കൽ ഫീൽഡ് അത്ര സജ്ജമായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അതെ, മെഡിക്കൽ ഫീൽഡ് അത്ര വലിയ സജ്ജമായിരുന്നില്ല. ദൈവവചനമായിരുന്നു അന്നത്തെ മെഡിക്കൽ ഫീൽഡ്. അപ്പൊ ദൈവം എന്തൊക്കെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചാണ് അന്നത്തെ രോഗികളെ നോക്കിക്കൊണ്ടിരുന്നത്. മെഡിക്കൽ സയൻസിനും അതിൻ്റെതായ ആവശ്യങ്ങളുണ്ടല്ലേ. അതായത് രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് യേശു കർത്താവ് പഠിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിനും അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്, ഇല്ലെന്നല്ല. മെഡിക്കൽ ഫീൽഡ് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. മെഡിക്കൽ ഫീൽഡിന് കഴിയാത്ത കാര്യങ്ങൾ ചെയ്തു ദൈവം സൗഖ്യം നൽകുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മെഡിക്കൽ ഫീൽഡിന് അധികമായ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ കുഷ്ഠത്തിന്റെ വടു എന്ന് പറയുമ്പോൾ കുഷ്ഠം അടിക്കുക എന്ന എബ്രായ ക്രിയാപദത്തിൽ നിന്ന് ഈ പദത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നു. അപ്പൊ ഈ രോഗം ദൈവത്തിന്റെ അടി, അതായത് പാപങ്ങളുടെ ശിക്ഷ തുടങ്ങിയ അർത്ഥങ്ങളിലാണ് ഇത് മനസ്സിലാക്കുന്നത്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുകയാണ്: മേഘം കൂടാരത്തിന്മേൽ നിന്ന് നീങ്ങിപ്പോയി. മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. അഹരോൻ മിരിയാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിയെന്ന് കണ്ടു എന്നും അഹരോൻ മോശയോട്, അയ്യോ യജമാനനെ, ഞങ്ങൾ പോഷത്വമായി ചെയ്തപോലെ ഈ പാപം ഞങ്ങളുടെ മേൽ വെക്കരുത്. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാംസം പകുതി അഴുകിയിരിക്കുന്ന ചാപിള്ള പോലെ ഇവൾ ആകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ മോശ യഹോവയോട്, ദൈവമേ അവളെ സൗഖ്യമാക്കണമേ, ഇവൾ ആകരുതേ എന്ന് പറഞ്ഞു. 13-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ മോശ യഹോവയോട്, ദൈവമേ അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു എന്നും യഹോവ മോശയോട്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലയോ, അവളെ 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് അടച്ചിടണം, പിന്നത്തേതിൽ അവളെ ചേർത്തു കൊള്ളാമെന്ന് കൽപ്പിച്ചു. ഇങ്ങനെ മിര്യാമിനെ 7 ദിവസം പാളയത്തിന് പുറത്താക്കി അടച്ചിട്ടു. അവളെ വീണ്ടും അംഗീകരിച്ചതുവരെ ജനം യാത്ര ചെയ്യാതെ ഇരുന്നു. അതിനുശേഷം ജനം
അസ്തോരത്തിൽ നിന്ന് പുറപ്പെട്ട പാരാൻ മരുഭൂമിയിൽ പാളയമറിഞ്ഞു. അപ്പോൾ എന്താണ് ദൈവിക ശിക്ഷയും അത് കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, അല്ലേ? അതായത് അവിടെ കുഷ്ഠരോഗിണിയായി മിരിയാമിനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ മിരിയാമിനെ എന്താണ് ഞങ്ങളുടെ പോഷത്വം, അതായത് പോഷത്വം എന്ത് ചെയ്യുന്നു, പാപമായിട്ട് അവരുടെ ഇടയിലേക്ക് കുഷ്ഠം വന്നു എന്നുള്ളതാണ്. അപ്പൊ കുഷ്ഠം വരുന്നവരെയൊക്കെ എന്താണ് കാലങ്ങളിൽ എന്ത് ചെയ്യുന്നു, പാളയത്തിന് പുറത്തു വിടണമെന്നുള്ളതാണ് ദൈവീക നിയമപ്രകാരം അതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ എന്താണ് ഈ രോഗം ദൈവത്തിന്റെ അടി അല്ലെങ്കിൽ പാപങ്ങളുടെ ശിക്ഷ തുടങ്ങിയ അർത്ഥത്തിലാണിത് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ചില ഭാഷാന്തരങ്ങളിൽ, അതായത് സാംക്രമിക രോഗം അല്ലെങ്കിൽ ത്വക്ക് രോഗം, മാരകമായ ചർമ്മരോഗം എന്നൊക്കെ കാണുന്നുണ്ട്. ഈ അധ്യായത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന രോഗലക്ഷണങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്ന് നമുക്ക് അറിയാവുന്ന കുഷ്ഠരോഗമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ കാലത്തെ കുഷ്ഠരോഗമല്ലത്. ഈ അധ്യായത്തിലെ രോഗം ഏതെങ്കിലും തരത്തിലുള്ള കുഷ്ഠരോഗമായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, ഇത് അറിയപ്പെടുന്ന കുഷ്ഠരോഗത്തെക്കാൾ വ്യത്യസ്തമായ ഒരു തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്നത്. ഏത് തരത്തിലുള്ളതായിരുന്നാലും എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന രോഗം എന്താണ്, അത് പാപത്തോട് താരതമ്യം ചെയ്യാവുന്ന ഒന്നാണ്. അപ്പം ശരീരത്തില് പാപത്തോട് താരതമ്യേന ചെയ്യാവുന്ന ഒന്നാണ്. അപ്പൊ പാപം ചെയ്തതിന്റെ ഫലമായിട്ട് അന്ന് ശിക്ഷ കൊടുക്കുന്നത് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. പാപത്തോട് താരതമ്യം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇത് ശരീരത്തിലുള്ളതോ രക്തത്തിലോ ഉള്ളതാകാം, ഇത് തൊലിപ്പുറത്തേക്ക് വ്യാപിക്കുന്നതാകാം. രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പലപ്പോഴും എന്താണ്, ചെറുതും നിസാരവുമാണ്. അതായത് ക്രമാനുഗതമായ വ്യാപനം മൂലം ഇത് അറപ്പുളവാക്കുന്ന അശുദ്ധമായി പലപ്പോഴും വളരെ നിന്ദ്യവും വിനാശകരവുമായ രോഗമാണ്, അല്ലെ? നിന്നെ ഉളവാക്കും, അല്ലെ? കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ, അതായത് ശരീരത്തിന്റെ വെളുത്ത പാടുകൾ പോലെ ഇങ്ങനെ പാടുവരും. അപ്പൊ അതുപോലെ അത് കാണുമ്പോൾ എന്താണ്, മറ്റുള്ളവർക്ക് അത് നിന്ദ്യമുണ്ടാക്കും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഭൂമിയിൽ സൗഖ്യം നൽകുവാൻ കഴിയുന്ന ഒരു വൈദ്യൻ എന്താണ് അക്കാലത്തുണ്ടായിരുന്നില്ല. സ്വർഗീയ വൈദ്യന് അതിനാവശ്യമാണ്. അപ്പൊ അന്നത്തെ കാലത്ത് മെഡിക്കൽ ഫീൽഡൊന്നും കാര്യമായിട്ട് ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് അതിന്റെ അശുദ്ധമായ സാംക്രമിക പ്രാകൃതവും ഒക്കെ ഉണ്ട്. അതിന് വ്യക്തിയിൽ പാപത്തിന്റെ ഉത്ഭവം, വളർച്ച എന്നിവ ഈ കാര്യങ്ങൾ വളരെ എന്ത് ചെയ്യുന്നു, വളരെ, അതായത് മനുഷ്യന്റെ പാപത്തിൽ നിന്നാണ് ഈ രോഗം ഉണ്ടായത് എന്നുള്ളതാണ്. സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗി എന്താണ്, ശുദ്ധീകരണത്തിന് വേണ്ടി അകൃത്യയാകവും പാപയാകവും അർപ്പിക്കേണ്ടിയിരുന്നു അക്കാലത്ത്. അതായത് ഈ രോഗം മറ്റു സാമാന്യമായ രോഗങ്ങൾ വരുന്നത് പാപമാണ് എന്ന് നാം ചിന്തിക്കരുത്. എന്താണ്, മാരകമായ രോഗം ബാധിച്ച ഒരു വ്യക്തി തികഞ്ഞ എന്താണ് ഒരു ആരോഗ്യമുള്ള ഒരു പാപിയെക്കാളും അധമനായ പാപിയല്ല. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വ്യക്തമാക്കും, ദൈവം പരീക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ചില രോഗങ്ങളൊക്കെ വരുത്തും. ഇയ്യോബിന്റെ ദേഹത്ത് അങ്ങനെയായിരുന്നല്ലോ, ഗുണങ്ങളൊക്കെ വരുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓട്ട് കഷ്ണം എടുത്ത് ചൊറിയുന്നതൊക്കെ നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, റോമർ 3:9 നമ്മൾ വായിക്കുമ്പം അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടാണ്. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യവനന്മാരും ഒരുപോലെ പാപത്തിൽ കീഴിലാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്, 10-ാമത്തെ വാക്യത്തിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും തെറ്റിപ്പോയിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ ചില ശിക്ഷകളാണ് ദൈവത്തെ അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട് ചില ശിക്ഷകൾ ആ കാലങ്ങളിൽ മനുഷ്യന് ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, യഹോവ പിന്നെ എന്ത് ചെയ്തു,
അവനോട് നിന്റെ കൈ മാർവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ മാർവിടത്തിലിട്ടു. പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്തു കുഷ്ഠമുള്ളതായി കണ്ടു. നിന്റെ കൈ വീണ്ടും മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ വീണ്ടും മാർവിടത്തിലിട്ടു. മാർവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവന്റെ മറ്റേ മാംസം പോലെ ആയി കണ്ടു എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 8-ാമത്തെ വാക്യത്തിലെത്തിക്കുക, എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെ ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും. അപ്പൊ മോശയ്ക്ക് ജനങ്ങളെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മോശയോട് ദൈവം കൽപ്പിക്കുകയാണ്. അപ്പൊ അവർ വിശ്വാസം വർദ്ധിപ്പിക്കണം, മോശയുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, ജനത്തിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അടുത്ത 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ 2 അടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും നിന്റെ വാക്ക് കേൾക്കാതെ ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്ത് ഒഴിക്കണം. നദിയിൽ നിന്നും കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് രക്തമായി തീരും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്. ജനത്തിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നല്ലോ ദൈവം പറഞ്ഞിട്ട് വന്ന ആളാണ് എന്ന് മോശയെ അതിനുവേണ്ടി അവരെ വിശ്വസിപ്പിക്കണമല്ലോ. അതിനു വേണ്ടിയാണ് ദൈവം ഇതെല്ലാം മോശയോട് ചെയ്യുന്നത്. അല്ലാതെ ഇന്നത്തെ പ്രവാചകന്മാരെ ബൈബിളിലെ ഒരു വചനം കോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ തിയറി പറഞ്ഞിട്ട് ഞാൻ ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകനാണെന്ന് പറയും. പക്ഷേ അങ്ങനെ ഒരു പ്രവാചകനായിരുന്നില്ല മോശ. അതെ, മോശ അങ്ങനെ ഒരു പ്രവാചകനായിരുന്നു എന്ന് ദൈവവചനം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. ദൈവം പറയുന്നത് മാത്രമേ മോശയ്ക്ക് ചെയ്യുവാൻ അധികാരമുള്ളൂ. നമ്മളെ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പറയുന്നതിനപ്പുറത്തേക്കോ അതിനിപ്പുറത്തേക്കോ നമ്മൾ പറയാൻ പാടില്ല. ഒരു ബൗണ്ടറി ഉണ്ടല്ലോ അതിന്. എല്ലാം പറയുന്നതിന് ഒരു ബൗണ്ടറികളുണ്ട്. അപ്പൊ ബൗണ്ടറി ഇല്ലാതെ അല്ലേ, യേശു കർത്താവ് എന്താ പറഞ്ഞത്? അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയല്ലേ. ദൈവത്തിന് വന്ന ആളാണോ എന്ന് അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയാമെന്നുള്ളതാണ്. അപ്പൊ ആകാവുന്ന വശം ആകാവുന്ന ഫലം കഴിക്കും എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിച്ച മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ മോശ ദൈവം പറയുന്നതിനപ്പുറത്തേക്ക് പോകുവാൻ മോശയ്ക്ക് അധികാരവുമില്ല. അങ്ങനെ ഒരിക്കലും ഒരു ദൈവദാസനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകനോ അപ്പോസ്തലനോ കഴിയില്ല. 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കണം, മോശയെ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്ക് സാമർഥ്യമുള്ളവനല്ല. അപ്പം മോശ യഹോവയോട് പറയുകയാണ്, കർത്താവേ, മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്ക് സാമർഥ്യമുള്ളവനല്ല. ഞാൻ വിഖ്യനാണ്, തടിച്ച നാവുള്ളവനാണ് ആകുന്നു എന്ന് പറഞ്ഞു. അല്ലേ, മോശയോട് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞാൻ എന്താണ് അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്ക് സാമർഥ്യം ഉള്ളവനല്ല. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യഹോവയോട് കർത്താവേ. പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല. അപ്പോ യേശു കർത്താവ് നിർബന്ധമായ ഒരു കൽപ്പന പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം, 2 കർത്താക്കന്മാർ നമുക്കുണ്ടോ? ഇല്ല, ഒരു കർത്താവേ നമുക്കുള്ളൂ. ഒരു കർത്താവേ നമുക്കുള്ളൂ. ഇസ്രായേലിൽ കേൾക്കുക, നിന്റെ കർത്താവ് ഏക കർത്താവാണ്. അപ്പോ പഴയ നിയമത്തിലൊരു കർത്താവ്, പുതിയ നിയമത്തിലൊരു കർത്താവ്. ഇനിയിപ്പം തൃത്വക്കാർക്ക് ചോദിച്ചാൽ പറയും, യഹോവയുണ്ട്, കർത്താവും ഉണ്ട്. കർത്താവ് എന്ന് പറയുന്നത് യേശുവാണ്, യഹോവ എന്ന് പറയുന്നത് പിതാവാണ്. അങ്ങനെയും വിശ്വസിക്കുന്ന തൃത്വക്കാര് ഈ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ സിദ്ധാന്തം ഒന്ന് മെനുക്കി ആരും ചോദ്യം ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് അവരത് മിനുക്കി എടുക്കും. ഇങ്ങനെ ഓരോരോ വാക്യങ്ങൾ പറഞ്ഞിട്ട് യഹോവ തന്നെ പറയുന്നു, എന്നിൽ മറ്റൊരുത്തന് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവരിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്താണ്, കർത്താവേ, മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ എന്താണ് വാക്ക് സാമർഥ്യമുള്ളവനല്ല. അതാണ്, ഞാൻ വാക്ക് സാമർഥ്യമുള്ളവനല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞ് ഒരു ധരിപ്പിക്കാനായിട്ട് കഴിയില്ല. വാക്ക് സാമർഥ്യമുള്ളവന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആളുകളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കാൻ കഴിയുള്ളൂ. മോശ അതുകൊണ്ട് പറയാണ്, എനിക്ക് വാക്ക് സാമർഥ്യമില്ല. മോശയുടെ കുറവുകൾ ദൈവത്തോട് എണ്ണി പറയുകയാണ്. അല്ലേ, അത് ഒരു തരത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് അവന്റെ എളിമ, അല്ലേ, അവന്റെ എളിമ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 2, അവൻ അതിനുള്ള കഴിവില്ല. ഇസ്രായേൽ ജനത്തെ കഴിയാനുള്ള കഴിവില്ല എന്ന് അവന് 100% ഉറപ്പാണ് അവനെ കുറിച്ച്. പക്ഷേ എങ്കിലും ദൈവം അവനെ നടത്താമെന്ന് ദൈവം പറയുകയാണ്. കാരണം അവനൊരു പ്രശ്നമുണ്ട്. എന്താണ്? അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാകുന്നു എന്നും മോശ പറഞ്ഞു. അപ്പൊ ദൈവം
ഒരിക്കലും കുറവുകളൊന്ന് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യനെ അല്ല ദൈവം എടുക്കുന്നത്. മനസ്സിലായോ? മോശയെ നോക്കുമ്പോൾ മോശയ്ക്ക് കുറവ് മാത്രമേ ഉള്ളൂ, വാഗസാമർത്ഥ്യമില്ല, വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്. അല്ലെ? തടിച്ച നാവുള്ളവനാണ്, വിക്കനാണ്, സംസാരിച്ചാരെയും ഫലിപ്പിക്കുവാനുള്ള കഴിവ് മോശയ്ക്കില്ല. അപ്പൊ ദൈവത്തിന് വേണ്ടത് ഒന്നിനും കഴിവില്ലാത്തവനെയാണ്. മോശ പറഞ്ഞു തനിക്ക് കഴിവില്ല. പക്ഷെ മോശയാണ് ദൈവം കണ്ടിരിക്കുന്നത്. വാക്കുസാമർഥ്യമില്ലാത്ത, വിക്കനായ, തടിച്ച നാവുള്ളവനെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. അവിടെ എത്രയോ യോഗ്യന്മാരുണ്ടായിരിക്കാം, അല്ലെ? പെർഫെക്റ്റായ മനുഷ്യരുണ്ടായിരിക്കാം. പക്ഷെ നല്ല ശരീരവും ആരോഗ്യബലവും ഇന്നത്തെ ആളുകളെ പോലെ വാക്കുസാമർഥ്യം, അല്ലെ, വർത്തമാനം പറയുവാനായിട്ട് കഴിവുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ചിലരൊക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ആളുകൾ വീഴും. ഭയങ്കര മോട്ടിവേഷനാണ്, ആളുകളെ വീഴ്ത്താൻ കഴിവുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളവരെയാണ് ഈ ലോകത്തിന് വേണ്ടത്. പക്ഷെ ദൈവത്തിന് അങ്ങനെയുള്ളവരെ വേണ്ട എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അല്ലേ? ഞാൻ വാക്ക് സാമർഥ്യം ഉള്ളവനല്ല എന്ന് മോശ പറഞ്ഞു. ഇസ്രായേലിനെ നയിക്കേണ്ടവനാണ്, അല്ലെ? ഇസ്രായേലിനെ നയിക്കുന്നവന് വാക്ക് സാമർഥ്യമില്ല, വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്. ദൈവത്തിന് അങ്ങനെയുള്ള മോശയെ മതി. വാക്ക് സാമർഥ്യമുള്ളവനെ വേണ്ട എന്നുള്ള കാര്യമാണ് അവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. വാക്ക് സാമർഥ്യം ഇല്ല എന്ന് അവൻ തന്നെ സമ്മതിക്കുന്നു, അടിച്ച നാവുണ്ടെന്ന് അവൻ സമ്മതിക്കുന്നു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായ് കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? അതോട് ചോദ്യചിഹ്നമായിട്ടാണ് ദൈവജനത്തിൽ അത് കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഊമനെയും ചെകിടനെയും ഒക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. അപ്പൊ ദൈവത്തിന് നിങ്ങൾക്കൊരു ബലഹീനത നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ബലഹീനതയിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവം ആ ബലഹീനതയിലൂടെ തന്നെ നിങ്ങളിലൂടെ നിവർത്തിക്കുന്ന ദൈവമാണ്. അപ്പൊ മോശയ്ക്ക് ബലഹീനത ഉണ്ടെന്ന് മനസ്സിലാക്കിയ ദൈവം ആ ബലഹീനതയിൽ കൂടെ തന്നെയാണ് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട് അവനെ റെഡിയാക്കി, അല്ലെങ്കിൽ അവനെ സജ്ജമാക്കി നിർത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് നിങ്ങൾ ഓർക്കും, നിങ്ങൾക്ക് എന്തൊക്കെയോ ബലഹീനതകൾ ദൈവം തന്നിട്ടുണ്ട്. ആ ബലഹീനതകൾ എന്തിനാണ്? ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയായിരിക്കാം ദൈവം നിങ്ങൾക്ക് ആ ബലഹീനത തന്നിരിക്കുന്നത്, അല്ലെ? മോശിക ബലഹീനത ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ 18-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ, ആകയാൽ നീ ചെല്ലുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആകയാൽ നീ ചെല്ലുക. ഇത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ആവർത്തന പുസ്തകം 18:18 നമ്മൾ വായിക്കുമ്പോൾ 18:18 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ദൈവം ഒരാളെ അയച്ചു കഴിഞ്ഞാൽ എന്താണ്? അവന് വേണ്ടി, അതായത് ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാൻ വേണ്ടിയാണ് ഒരുത്തനെ അയക്കുന്നത്. അതായത് അവൻ പിന്നെ ദൈവത്തിന്റെ വായാണ് എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ മോശെ അയക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വായായിട്ടാണ്. അപ്പൊ ദൈവത്തിന്റെ വചനങ്ങൾ മാത്രമേ ആ വായിൽ കൂടി സംസാരിക്കുവാനായിട്ട് പാടുള്ളൂ. ദൈവത്തിന് സംസാരിക്കുവാനും, അല്ലെ? ഇന്ന് പുതിയ നിയമത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ്? ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്, അല്ലെ? ദൈവത്തിന് വന്ന് വസിക്കുവാനുള്ള ആലയങ്ങളായിട്ടാണ് പുതിയ നിയമത്തിൽ മനുഷ്യനെ കാണുന്നത്. അല്ലാതെ കല്ലുകൊണ്ടും ഓടുകൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്ന ആലയങ്ങളല്ല ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിനെ വിശ്വസിച്ച് ദൈവത്തിന്റെ നാമത്തിൽ രക്ഷ പ്രാപിച്ച് സ്നാനപ്പെട്ട് കർത്താവിന്റെ കൃപയിൽ ജീവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്. അപ്പോൾ അവരിൽ വന്ന് ദൈവം വാസം ചെയ്യുകയുള്ളൂ, അല്ലാതെ ദൈവം വാസം ചെയ്യല, അല്ലേ? അപ്പം പിശാചിന്റെ പണിപ്പരയൊക്കെ നമ്മൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണെങ്കിൽ ദൈവം എങ്ങനെയാണ് നമ്മുടെ ആലയത്തിൽ വന്ന് വസിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുക? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും ഇക്കാലങ്ങളിൽ ആ ദൈവീക നന്മകൾക്ക് വേണ്ടി നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി
വലിവ ചെയ്യുക തന്നെ ചെയ്യും. ആകയാൽ നീ ചെല്ലുക. ദൈവം ഒരാളെ അയക്കുമ്പോൾ ദൈവത്തിന്റെ വായാണ് പിന്നീട് അവൻ, അല്ലേ, അവന്റെ വായോട് കൂടെ ഇരിക്കുമെന്നാണ്. അപ്പൊ ആ വായയെ കൺട്രോൾ ചെയ്യുന്ന, അല്ലേ, ആ വായയും അവന്റെ സംസാരത്തെയും കൺട്രോൾ ചെയ്യുന്നതിന് ദൈവമാണ്. അപ്പോ ദൈവത്തിന് അനിഷ്ടമായതൊന്നും അവൻ പിന്നെ പറയുകയില്ല. അതുകൊണ്ട് ഇക്കാലങ്ങളിൽ ആ ദൈവിക കൃപയിലേക്ക്, ആ ദൈവിക നന്മയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഏൽപ്പിച്ചു കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ, അല്ലേ, ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് പഴയ നിയമത്തിൽ മോശയോട് ദൈവം പറയുന്നത്. അപ്പോ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് പഴയ നിയമത്തിൽ പറയുന്നത്. അത് ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. യേശുക്രിസ്തു എന്ന മർമ്മമായി ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു. നമ്മന്റെയും ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, നിത്യജീവൻ നൽകുവാൻ വേണ്ടി. അപ്പോ അവനിൽ വിശ്വസിക്കുക. ആ കൃപകൾക്കായി നമുക്ക് ഓരോരുത്തർക്കും ഈ ദിവസങ്ങൾ ദൈവത്തിലേക്ക് തിരിയാം. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഇത്രയും നേരം ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് സംസാരിച്ചു. അങ്ങയെക്കുറിച്ചാണല്ലോ പ്രവാചകന്മാരും അതുപോലും മോശ ഒക്കെ എഴുതിയിരുന്നത്. അങ്ങ് ഞങ്ങളെ രക്ഷിക്കുവാനായി, വീണ്ടെടുക്കുവാനായി ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായി ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു. ഞങ്ങൾ അതിന് അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ വിടുവിക്കണം. ഞങ്ങൾക്ക് ഒത്തിരി കുറവുകളും ബലഹീനതയുണ്ട്. കാരണം ഇസ്രായേലിനെ നയിക്കേണ്ട മോശയ്ക്ക് ബലഹീനതകൾ ഒരുപാടുണ്ടായിരുന്നു, അല്ലേ, വാക്ക് സാമർഥ്യമില്ലായിരുന്നു. കർത്താവേ, ഒരെല്ലാം കർത്താവ് കരുതിയ അവനെ, എന്നിട്ടും കർത്താവ് കരുതിയില്ല. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരുടെയും കരുതണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങൾക്ക് തുണ നിൽക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്യണമേ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കൃപ നമ്മളോട് എപ്പോഴും ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഡ്മിന്മാരെ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും കർത്താവ് പൂർണ്ണമായ സൗഖ്യം, വിടുതലും എൻ്റെ കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കണം. ദേശത്തെ അനുഗ്രഹിക്കണം, രാജ്യങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുന്നതാണ്. സ്തോത്രം ചെയ്യുന്നു. മാനവ മഹത്വപ്പിച്ചെടുക്കണം. എല്ലാ യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. സ്തോത്രം.